എന്നെ കൂടി കള്ളിയാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. വേണ്ട, അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. സാരമല്ല, അടുത്ത തവണ ശരിയാവും. ഹലോ, എന്തായി? സാർ, ആ പെണ്ണ് ബാങ്കിലുണ്ട്, ഇപ്പൊ ഇറങ്ങും. എല്ലാം ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ആ പണം നമ്മുടെ കയ്യിലെത്തണം. ഞാൻ ഏറ്റു സാർ. പണവുമായിട്ട് ഞാൻ ഉടനെ ഇവിടെ എത്തും. സാറ് ധൈര്യമായിട്ടിരുന്നോ. പക്ഷെ പറഞ്ഞ ക്യാഷ് എനിക്ക് തരണം. ആദ്യം നീ പറഞ്ഞ ജോലി തീർക്ക്. എന്നിട്ട് പണവും കൊണ്ട് വരുമ്പോ പറഞ്ഞ തുക നിനക്ക് തരും. ഈ പ്ലാൻ വിജയിച്ച DK നമ്മുടെ വഴിക്ക് വരും. അതെ, എങ്ങനെയെങ്കിലും DK വീഴ്ത്തിയേ പറ്റൂ. എല്ലാം നിങ്ങളുടെ പിടിപ്പേട് കൊണ്ട് പറ്റിയതാ. DK വെറുപ്പിച്ചതും നിങ്ങളാ. അതുകൊണ്ടുണ്ടായ നഷ്ടം എത്ര വലുതാന്ന് അറിയോ നിങ്ങൾക്ക്? തിരിച്ചുപിടിക്കണം, എല്ലാം തിരിച്ചുപിടിക്കണം. ഇത് അവസാനത്തെ കളിയാ. ഇതിലും തോറ്റ നമുക്ക് പിന്നെ ഒരു രക്ഷയില്ല. അത് ഓർമ്മ വേണം. അവനെ വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം. ആ ജ്യോതി ഒരു ഭാഗ്യമുള്ള പെണ്ണ. ഏത് അപായത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു ഭാഗ്യം അവക്കുണ്ട്. പക്ഷേ ഇത്തവണ അവള് രക്ഷപ്പെടരുത്. അത് ഓർമ്മ വേണം. എന്ത് പറ്റി? എന്റെ ബാഗ് തട്ടിപ്പറിച്ചു. ഒന്ന് പോയി പിടിക്കോ പ്ലീസ്. കള്ളൻ! എന്റെ ബാഗ്! പതുക്കെ, എന്തൊരു വേദന. സാർ, ആ, നീ എത്തിയോ? വാ. മിടുക്കൻ, മിടുമിടുക്കൻ. വൈജയന്തി, തുറക്ക്. വച്ചോ, എത്രയും വേഗം പൊയ്ക്കോ. പിടിക്കപ്പെടരുത്, സൂക്ഷിക്കണം. അത് ഞാൻ ഏറ്റു സാർ. ഒരു പോലീസ് എന്നെ പിടിക്കില്ല. അപ്പൊ ശരി, കാണാം. ഡൺ. ജയിച്ചു, നമ്മൾ ജയിച്ചു. ഇത് മതി. DK നമ്മൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ഒരു പ്ലാനെങ്കിലും ജയിച്ചല്ലോ. ഇനിയെങ്കിലും ബുദ്ധിപൂർവം പ്രവർത്തിച്ച നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. DK ഒരു പാഠം പഠിപ്പിക്കാം.
കൊള്ളത്തരം പറയുന്നോ നീ? അല്ല മമ്മി, ഞാൻ പറഞ്ഞത് സത്യം. ഞാൻ ബാങ്കിൽ നിന്ന് പണമായിട്ട് ഇറങ്ങിയപ്പോഴാ ഇത് സംഭവിച്ചത്. മതി, നിർത്ത്. ആ പണം നീ എന്ത് ചെയ്തുടി? ആർക്ക് കൊടുത്തു? കടം തീർക്കാൻ പത്മാവതി അമ്മ തന്ന ആ പണം നീ മോഷ്ടിച്ചതല്ലേടി? ആശാലതേ, ഇവളെ സംശയിക്കണ്ട. ജ്യോതി മോൾ ഇക്കാര്യത്തിൽ നമ്മളോട് കള്ളം പറയില്ല. ആഹാ, അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാ മതിയല്ലോ. മോളെ പറഞ്ഞപ്പോ പിടിച്ചില്ലല്ലേ? എന്റെ ഈശ്വര, ഇനി കാശ് ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? നശിപ്പിച്ചല്ലോടി നീ അസത്തെ. എല്ലാം കളഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? എനിക്കൊന്നും അറിയില്ല മമ്മി. ഞാൻ അറിഞ്ഞോണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? ഈ പണത്തിന് ഇപ്പൊ നമുക്ക് എന്ത് വിലയുണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ മോളെ? ഓ പിന്നെ കേസ് കൊടുക്കാൻ മോഷ്ടിച്ചവരിപ്പോ അതുകൊണ്ട് അതിർത്തി വിട്ട് കാണും. അന്നേരം തന്നെ ആളെ കൂട്ടി അവരെ പിടിച്ചൂടായിരുന്നോടി നിനക്ക്? എല്ലാം കളഞ്ഞു കുടിച്ചിട്ട് വന്നിരിക്കുന്നു. അയ്യോ, ഇനി പത്മാവതി അമ്മയോട് എന്ത് പറയും? നാളെ ബാങ്കുകാര് വരുമ്പോ എല്ലാവർക്കും കൂടി തെരുവിലോട്ട് ഇറങ്ങാം. ഇറങ്ങി പോടി ഇവിടുന്ന്. ഇവളെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ ആശാലതേ. നമ്മളെ കൂടെ വിശ്വസിച്ചില്ലെങ്കിൽ മോൾക്ക് അത് താങ്ങാൻ കഴിയില്ല. മോള് വിഷമിക്കണ്ട. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുക്കാം. ഇത് എന്റെ സാമ്രാജ്യമാണ്. ഇവിടെ നീതി നിയമമെല്ലാം ഞാൻ തന്നെ. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. എന്താണ് നോക്കി നിൽക്കുന്നേ? നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത്. മോളെ, മോളിപ്പോ പോ. ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. പോ. എന്റെ തെറ്റുകൊണ്ടല്ലേ അച്ഛാ ഇങ്ങനെയൊക്കെ പറ്റിയത്? അപ്പൊ ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടവൾ തന്നെ. മോള് മനഃപൂർവ്വം ചെയ്തതല്ലോ, പറ്റിപ്പോയതല്ലേ. 25 ലക്ഷം രൂപ ഇവള് നശിപ്പിച്ചത്. ബാങ്കിൽ അടയ്ക്കാൻ ഇനി എന്തോ ചെയ്യും? ഇവള് കാരണം ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. ഇപ്പൊ ഞങ്ങളെ തെരുവിലിറക്കിയപ്പോ സമാധാനം ആയാലോടി നിനക്ക്? മോള് പൊയ്ക്കോ. പോലീസ് സ്റ്റേഷനില് അച്ഛൻ പരാതി കൊടുത്തോളാം. ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ വരാം. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങി പോടി അസത്തെ. ഇനി ഈ വീടിന്റെ മുറ്റത്ത് നീ നിന്റെ കാല് കുത്തി പോവരുത്. ആശാലതേ, എന്താ പൊള്ളിപ്പോയോ? എന്നാ മോളുടെ കൂടെ പൊയ്ക്കോ. ഈശ്വര, 25 ലക്ഷം! എന്റെ ദൈവമേ, എനിക്ക് ചത്താ മതി. ഷോ, ഞാൻ ഇപ്പൊ തന്നെ ഡിക്ക് അറിയിക്കാം ചേച്ചി. വിവരം വിളിച്ചറിയിച്ചാല് വലിയ ഉപകാരം. എന്താ ചേച്ചി? ആരാ? സന്തോഷവർത്താനാ. അതെന്താ? അമ്മ കൊടുത്ത 25 ലക്ഷം രൂപയും കൊണ്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങിയ ജ്യോതിയുടെ കയ്യിൽ നിന്ന് അതൊരുത്തൻ തട്ടിപ്പറിച്ചോണ്ട് പോയിന്ന്. അയ്യോ, എന്താ അയ്യോ, നിനക്കൊന്ന് സങ്കടമായോ? നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ കാര്യല്ലേ? അതത് തന്നെ. ഇനി വരട്ടെ, നല്ലൊരു എതിരേൽപ്പ് കൊടുക്കണം.
ഈശ്വര, അമ്മയോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇത്രയും പണം കള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കോ? ഇത്രയും നാളും ഈ വീട്ടിലെ ആകെ ഒരു ആശ്രയം അമ്മയായിരുന്നു. അതും കൂടി നഷ്ടപ്പെട്ടല്ലോ എന്റെ കണ്ണ. അവിടെ നിക്കടി. 25 ലക്ഷം രൂപ നിസ്സാരമായിട്ട് ഒരു കള്ളന് കൊണ്ടൊന്ന് കൊടുത്തിട്ട് നിൽക്കാൻ നാണില്ലടി നിനക്ക്? കള്ളം കൊണ്ടുപോയതാണോ അതോ ഇവള് തന്നെ അത് അടിച്ചു മാറ്റിയതാണോ എന്ന് ആർക്കറിയാം. എന്തൊക്കെ നാടകങ്ങളാ നീ രാവിലെ ഇവിടെ നടത്തിയത്? താരീച്ചയുടെ മുറിയിലെ ചെക്ക് കൊണ്ടുവച്ചിട്ട് ഞങ്ങളെ കള്ളികളാക്കി. എന്നിട്ടിപ്പ എന്തായി? 25 ലക്ഷം രൂപ സ്വാഹ. എടി, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം എന്ന് പഴമക്കാരി പറയുന്നത് വെറുതെ അല്ല. എന്റെ ദൈവമേ, 25 ലക്ഷം രൂപയുടെ വലിപ്പം എന്താണെന്ന് എനിക്കറിയൂടി. അതെങ്ങനെ? 1000 രൂപയിൽ കൂടുതൽ ഒരുമിച്ച് ഇവളെ ജന്മത്ത് കണ്ടു കാണില്ല. അല്ല, അമ്മക്കിത് തന്നെ വേണം. ആരോടും ചോദിക്കാതെ 25 ലക്ഷം രൂപ ദാനമായിട്ട് കൊടുത്തതല്ലേ? അനുഭവിക്കട്ടെ. നടന്നതൊന്നും എന്റെ കുറ്റം കൊണ്ടല്ലോ. കള്ളം വന്ന് കാശ് പിടിച്ചു പറിച്ചോണ്ട് പോകുന്ന ഞാൻ കരുതിയോ? അയ്യടാ, കള്ളനല്ലടി, കള്ളിയാ. പേരും കള്ളി. നീ തന്നെയാ ആ പണം ആളെ വെച്ച് അടിച്ചു മാറ്റിയതെന്നാ ഞങ്ങളുടെ ബലമായ സംശയം. എന്തിന്? ഞാൻ എന്തിനാ ആ പണം അടിച്ചു മാറ്റുന്നേ? ഇത് കള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞാ അമ്മ ചിലപ്പോ അടുത്ത 25 ലക്ഷം രൂപ എടുത്ത് തന്നാലോ എന്ന് വിചാരിച്ച് നീ പ്ലാൻ ചെയ്ത് നാടകമല്ലേടി ഇത്? അത് ശരി. ഞാൻ ചോദിക്കുമ്പോ എടുത്തു തരാൻ അമ്മ എന്താ പണം കഴിക്കുന്ന മരമാണോ അതോ പണം അച്ചടിക്കുന്ന യന്ത്രോ? അതെ, എന്റെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടു. അതിലെനിക്ക് സങ്കടമുണ്ട്. അതിൽ അമ്മ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. അല്ലാതെ നീയൊക്കെ എന്റെ മെക്കെട്ട് കയറാൻ വന്നോണ്ടല്ലോ, വിവരം അറിയും പറഞ്ഞേക്കാം. ആരെയും നിന്ന് ആരാനെയും കടിച്ചിട്ട് പിന്നെ നായ്ക്ക് മുറുമുറുപ്പെന്ന് പറയുന്ന പോലെ നിന്ന് കൊരക്കുന്ന കണ്ടില്ലേ? മൈൻഡ് യുവർ വേഴ്സ്. ജോജുനെ ആജ്ഞാപിക്കാൻ നീ ആരാ? ടെൽ മീ. ചിത്രേ, എന്താ അമ്മ? ജോജു നിന്റെ ആരാ? അത് പിന്നെ DKയുടെ ഭാര്യ, എന്റെ അമ്മായിയമ്മ. അമ്മായിമ്മോട് ആജ്ഞാപിക്കാനും ഉത്തരവിടാനും നിനക്കാരാ അധികാരം തന്നിരിക്കുന്നത്? അമ്മേ, 25 ലക്ഷം രൂപ ഇവള് കൊണ്ടുപോയി കളഞ്ഞത്. സോ വാട്ട്? അതുകൊണ്ടെന്താ? അമ്മയുടെ കാശ് പോയാ ഞങ്ങൾക്ക് സങ്കടം വരില്ലേ? അതുകൊണ്ടാ ഞങ്ങള്. വേണ്ട, അങ്ങനെ ആർക്കും അധികം സങ്കടം ഒന്നും വേണ്ട. ഇക്കാര്യത്തിലേ നിന്റെയൊക്കെ സങ്കടം അധികം ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നില്ല. പണം പോയത് എന്റെ അല്ലേ, അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു. മനസ്സിലായോ? അമ്മ കുമ്മ മിണ്ടിപ്പോരുത്. എന്റെ മരുമകളെ ഇതിന്റെ പേരിൽ ഒരു വാക്കുണ്ടെങ്കിലും വേദനിപ്പിച്ചാൽ നിന്നെയൊന്നും ഞാൻ വെച്ചേക്കുന്നില്ല. അപ്പൊ 25 ലക്ഷം പോയതില് അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ലേ? ഇല്ല, എനിക്ക് ഒരു വിഷമവും ഇല്ല. പോകാനുള്ളത് എങ്ങനെയല്ലും പോകും. സംഭവിക്കുന്നില്ല നല്ലതിനെന്നാ മൈ ലിറ്റിൽ കണ്ണം പറഞ്ഞിരിക്കുന്നത്. അത് ശരി, അമ്മയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണ് പ്രശ്നം. വാ താരീച്ച്, നമുക്ക് പോവാം. അവരെ അമ്മായിയമ്മയും മരുമോളും ആയി. ആത്മാർത്ഥത കാണിച്ച നമ്മൾക്കിപ്പോ പുറത്ത്. വാ താരീച്ചി, നമുക്ക് അവിടെ വന്നേ. അധികം കടന്ന് കളിക്കരുതേ. ചേട്ടനെ പീച്ചി പറിച്ച് എനിക്ക് എടുക്കും. ബാക്കിയേ നിനക്ക് ഞാൻ പിന്നെ തരാം കേട്ടോ. പള്ളികളും ബേട്ടി, അമ്മയ്ക്ക് എന്നോട് ഒട്ടും ദേഷ്യമില്ലേ അമ്മ? ഇത്രയും പണം ഞാൻ കൊണ്ടുപോയി കളഞ്ഞില്ലേ? മോളെ, പണം ഇന്ന് കമ്മിങ്, നാളെ ഗോ ഔട്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകൾ അതിനെ ചക്രം എന്ന് വിളിക്കുന്നത്. പോകാനുള്ളത് പോകും, വരാനുള്ളതാണെങ്കിൽ വരും. ആ കള്ളം മോഷ്ടിച്ചതിന് ഞാൻ എന്തിനാ എന്റെ മോളെ വഴക്ക് പറയുന്നത്? ഈ പണം എന്റെ മോടെ കൂടി പണമല്ലേ?
ഡോണ്ട് വറി, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കരയല്ലേ മോളെ, കരഞ്ഞല്ലേ നമ്മൾ തോറ്റുപോയിന്ന അർത്ഥം. മോൾ ഹാപ്പി ആയിട്ടിരിക്കണം, അമ്മയ്ക്ക് അതും മതി. വാ ദേ, അമ്മ നല്ല ചൂടുള്ള ചായ ഇട്ട് തരാം. കമോൺ ബേബി, കമോൺ, വാ. പാവം എന്റെ കുട്ടി. ഹലോ, പോയി അവിനാഷ്, എല്ലാം പോയി. എന്തു പറ്റി? ആ പണം ആരോ മോഷ്ടിച്ചു അവിനാഷ്. വാട്ട്? പണം മോഷ്ടിച്ചെന്നോ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? സത്യം അവിനാഷ്, മൂർത്തി ഞാനും കൂടെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ മുറി ആകെ വലിച്ചു വാരി ഇട്ടേക്കുവാ, അലമാരയും കുത്തിപ്പൊളിച്ചിട്ടേക്കുവാ. ഇങ്ങോട്ട് അവിനാഷ്, ഇതാരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ ഓപ്പറേഷനാ. ആ DK തന്നെയാണോ ഇതിന്റെ പിന്നിലെന്നാ എനിക്ക് സംശയം. എല്ലാം കൊണ്ട് തൊലച്ചല്ലോ മൂർത്തി. അവനെ തളയ്ക്കാനുള്ള ആയുധമായിരുന്ന പണം, അതാ നിങ്ങളോട് കളഞ്ഞത്. അതോ ഇനി രണ്ടുപേരുടെ പണം അടിച്ചു മാറ്റിയിട്ട് എന്റെ മുന്നേ നാടകം കളിക്കാണ്? നോ, ഇല്ല അവിനാഷ്, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഫ്രോഡ് പണി കാണിക്കില്ല. കാരണം ആ DKക്ക് വെച്ച പണിയാണത്. അത് പാളിയതിലാ എന്റെ സങ്കടം. എത്ര കഷ്ടപ്പെട്ടാ പണം നമ്മുടെ വന്നത്, എല്ലാം നശിപ്പിച്ചു. സോറി അവിനാഷ്, ഐ ആം വെരി സോറി. ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട്. നല്ലൊരു അവസരം നഷ്ടപ്പെട്ടതിലാ എന്റെ സങ്കടം. ശരി ശരി, എന്താ വേണ്ടെന്നൊക്കെ നമുക്ക് ആലോചിക്കാം. എന്നാലും ആ പണം നമ്മുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയത് ആരായിരിക്കും മൂർത്തി? തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനും മീതെ തോണി ഇറക്കണം, അതാ ന്യായം. ഫ്രോഡ് പണി കാണിച്ചത് ആരാണെന്ന് അത് ഞാൻ തന്നെയാടാ മൂർത്തി. ഈ പണം ഇനി ചലിക്കേണ്ടത് ഞാൻ തീരുമാനിക്കുന്ന വിധത്തില. ഇത് അവിടുന്ന് അടിച്ചു മാറ്റിയത് എന്റെ ആളാണടാ മൂർത്തി. അതെന്തിനാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും. പോലീസിനോടാണോ നീ കളിക്കുന്നത്? ഇതുപോലുള്ള ട്വിസ്റ്റുകൾ നീ ഇനിയും പ്രതീക്ഷിക്കണം മൂർത്തി. ആ പണം സൂക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അതാ അവിനാഷിനെ തന്നെ ഏൽപ്പിച്ചാൽ മതിയെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു. മൂർത്തി, വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത്. അവിനാശിനെ പണം ഏൽപ്പിക്കാമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോ അവനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എല്ലാം കൊണ്ട് കളഞ്ഞു.